കണ്ണൂരിൽ ബോംബ് സ്ഫോടനം നടന്നെങ്കിൽ ആ ബോംബ് സ്ഫോടനത്തിൽ ആരാണ് അതിൻ്റെ ഭാഗവാക്കാകുന്നത് എന്ന് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഉൽപ്പാദകർ ആരാണെന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. CPM ആണ് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മുഖ്യമായ നേതൃത്വം കൊടുക്കുന്നു അവർ തന്നെയാണ്. അവരെ ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ ഇന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ബോംബ് സ്ഫോടനം നടത്താൻ പോകുന്നു. അതുപോലെ ഇനിയും പ്രസക്തമായ ഇനിയും വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഒരു സംശയം ആർക്കും വേണ്ട, CPM തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അത് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായ ലക്ഷ്യത്തോടുകൂടി ഇന്ന് UDFനെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ UDFനെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടക്കുന്നു എങ്കിലും അതൊരിക്കലും ഒരു പ്രസക്തമായ ഭാഗമായി മാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞങ്ങൾ UDF എന്ന് പറയുന്ന ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ടീം വർക്കോടുകൂടി ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിലൂടെ തീർച്ചയായിട്ടും UDFന് വരാൻ പോകുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിനുശേഷം നടക്കാൻ പോകുന്ന 26-ന് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ കടന്നു വരുമെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. അത് വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പ് നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ലൈംഗിക ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ സംരക്ഷണം ഒരുക്കുമെന്നാണ് KPCC പ്രസിഡന്റ് തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഒരാൾക്ക് മാത്രം എന്താണ് ഈ പ്രസക്തി? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം മാത്രമേ നിങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതേസമയം ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിരവധി ആളുകൾ ആ സഭയിൽ ഇരിക്കുകയാണ്. ആ സഭയിൽ ട്രഷറി ബെഞ്ചിൽ അപ്പുറത്തിരിപ്പുണ്ട്. അവരുടെ കാര്യം ഒന്നും നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയാണ് എന്ന് ദയവായി നിങ്ങൾ കാണരുത്. പക്ഷേ ഇത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കും അതുപോലെ അവകാശമുണ്ട് എന്നുള്ള പ്രസക്തിയായിട്ടാണല്ലോ ഇന്ന് അവർ സഭയിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർ സഭയിൽ ഇരിക്കുമ്പോൾ ഒരാളിനെ മാത്രം, ഒരു ചെറുപ്പക്കാരനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത്തരത്തിലൊരു ആരോപണം വന്നതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിക്കാണ് സംരക്ഷണം ഒരുക്കുമെന്ന് പറയുന്നത്. അല്ല, ഇത്ര ഒരു ആരോപണം വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉചിതമായ ഒരു തീരുമാനമാണ് എടുത്തത്. ആ ഉചിതമായ തീരുമാനം ഞങ്ങൾ ആ ചെറുപ്പക്കാരൻ വഹിച്ചിരുന്ന സ്ഥാനം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തോട് അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ രാഹുൽ അപ്പോൾ തന്നെ രാജി നൽകുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. തുടർന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്, അതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയാണോ തീരുമാനിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി ഗോവിന്ദൻ മാസ്റ്റർ പലതും പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് കേട്ട് ഞങ്ങളുടെ പ്രവർത്തനമായി ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പോയില്ല. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമല്ല കോൺഗ്രസോ UDFോ മുമ്പോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവർക്കും നീതി ഒരുപോലാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് വല്ലതും എടുത്തോ? കേസൊന്നും എടുത്തില്ലല്ലോ. അല്ലല്ല ഞാൻ പറയട്ടെ, ഞങ്ങൾ ഒരു തീരുമാനം, ഞങ്ങൾ ജനാധിപത്യ വ്യവസ്ഥിതി അനുസരിച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊന്ന് മാറി നിൽക്കണമെന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അത് ശരിയാണ്, ഞങ്ങളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു പരാതിയുണ്ടോ? പരാതിയാവുന്നുമില്ല. പരാതി ഇല്ലാതെ അല്ലെങ്കിൽ കേസുകൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് കേസെടുക്കുന്നത്? കേസെടുക്കട്ടെ, കേസെടുക്കുന്നതിന് അവിടെ വെച്ച് കണ്ടാൽ പോരെ. ഞാൻ കഴമ്പില്ല എന്ന് പറയും, അത് തന്നെ പറയും. കാരണം ഇതുപോലെ ഒത്തിരി
ഈ പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതാണ്. പാവപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ എല്ലാവരും അംഗീകരിച്ചിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ പോലും അപവാദ പ്രചരണത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവർ. അവർ നടത്തിയ സമരങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയി കാണില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഇത്തരം ഒരു കഴമ്പില്ലാത്ത ഒരു പരാതിയുടെ മേലിൽ എന്തിനാണ് പാർട്ടി ഇത്തരം നടപടി എടുത്തിരിക്കുന്നത്? അല്ല, പാർട്ടി ഞങ്ങൾ ഇങ്ങനൊരു ആക്ഷേപം വന്നപ്പോൾ അതിനെ തൽക്കാലം നിങ്ങൾ മാറി നിൽക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങളുടെ ഒരു കടമയും ഉത്തരവാദിത്വമാണ്. അതിപ്പോൾ ഞങ്ങളത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പിന്നാലെ തൂങ്ങി നിങ്ങളാരും ഉള്ള സമയം കളയേണ്ട. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചെയ്തു തരാൻ പറ്റുന്ന സഹായം നിങ്ങൾ കൂടി ചെയ്തതാ. അതാ ചെയ്യേണ്ടത്. തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വാർത്ത നൽകിയതിന്റെ പേരിൽ മാധ്യമ സ്ഥാപനത്തിന് നേരെ ആക്രമണം നടത്തുക അതൊക്കെ ശരിയായ രീതിയാണ്. അല്ല, ഞങ്ങളൊന്നും അങ്ങനെയൊന്നും ആക്രമണം നടത്താനൊന്നും പോയിട്ടില്ല. അതൊക്കെ അത് ചിലപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ അങ്ങനെ തോന്നിക്കൂടാകുകയില്ല. അത് സാരമില്ല, അതൊക്കെ മാറും. അതൊക്കെ നമുക്ക് പരിഹരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. അല്ല, അതിപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ എനിക്കൊന്ന് 15-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ, നിയമസഭാ സമ്മേളനം കൂടാൻ പോകുന്നത് 15-നാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമ്മേളന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടാകട്ടെ, നല്ലതാണ്. പോകണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. മറ്റുള്ള ആളുകളും അപ്പുറത്തിരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കിയിരുന്ന ആളുകളെ കണ്ട് ചിരിക്കാമല്ലോ അല്ലേ? അല്ലല്ല, അത് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ചിരിക്കാമല്ലോ. അപ്പുറത്തിരിക്കുന്ന ആളിനെ കണ്ടും ഇപ്പുറത്തിരിക്കുന്ന ആളിനെ അങ്ങോട്ട് നോക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് നടക്കട്ടെ. അതാണ് അവിടെയാണ് പ്രസക്തി. രാഷ്ട്രീയക്കാർ എന്നുള്ള നിലയിൽ മിതത്വം പാലിക്കേണ്ട കാര്യങ്ങൾക്ക് മിതത്വം പാലിക്കണം. അല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു കാര്യവും തീർച്ചയായും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ ഗുണം ചെയ്യുകയില്ല എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ.